ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ പൊങ്കലിൻ്റെ തലേ ദിവസം എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ തലേ ദിവസം ഭോഗി എന്ന് പറയുന്ന ഒരു വിശേഷ ദിവസമാണ്. അതായത് നമ്മൾ ഓണത്തിനൊക്കെ തലേ ദിവസം വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വീട്ടിലുള്ള വേസ്റ്റൊക്കെ നമ്മൾ കത്തിച്ച് കളയത്തില്ലേ, അതേ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടുത്തെ ഭോഗി എന്ന് പറയുന്നത്. ഇതും ഒരു നല്ല ആഘോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ. കാരണം നമ്മൾ പൊങ്കലിന് വേണ്ടിയിട്ട് വീടിനെ നമ്മൾ ഒരുക്കുകയും അതുപോലെ തന്നെ വീടിനുള്ളിലെ എല്ലാ വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കത്തിച്ച് കളയുകയും ചെയ്യും. അതിന് പിന്നിലൊരു രഹസ്യം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലുള്ള എല്ലാ വിദ്വേഷങ്ങളും പകയും ദേഷ്യവും എല്ലാം നമ്മൾ ഈ തീയിലിട്ട് അഗ്നിയിൽ നമ്മൾ ശമിപ്പിച്ച് കളയുന്നു എന്നുള്ളൊരു ഇതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ വർഷം ഞങ്ങൾക്ക് കത്തിച്ച് കളയാൻ വേണ്ടി വേസ്റ്റ് ഇല്ലായിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് നാൾ മുന്നെയാണ് ഈ ഇടയ്ക്കാണ് ഞാൻ വേസ്റ്റൊക്കെ കത്തിച്ച് കളഞ്ഞത്. അപ്പോൾ നമുക്ക് ഇത്തവണ ഇല്ലാത്ത കാരണം കൊണ്ട് ഞാൻ ഒന്നും കത്തിച്ചിട്ടുണ്ടായില്ല. പക്ഷേ ഇവിടെയൊക്കെ ചുറ്റിനും ഒരുപാട് പേര് ഭോഗിയൊക്കെ ആഘോഷിച്ചായിരുന്നു. അതിരാവിലെ എഴുന്നേറ്റിട്ടാണ് വെളുപ്പിന് ഒരു 4 മണിക്കൊക്കെ എഴുന്നേറ്റിട്ട് വേണം ഇത് കത്തിച്ച് കളയാനായിട്ട്. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്കും വീട്ടിന് ചുറ്റും ഭയങ്കര പുകയൊക്കെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ പുക മറയാണ് നിങ്ങൾ രാവിലെ കണ്ടത് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റു, 5 മണിക്ക് എഴുന്നേറ്റു. ഞാനിപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് രാവിലെ എഴുന്നേൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു റൊട്ടീൻ സ്ഥിരമാക്കാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാനും പറ്റുള്ളൂ. രാവിലെ ആമിക്കുന്ന സ്കൂളിൽ ഫംഗ്ഷനും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ പൊങ്കലായിട്ട് ഇന്നാണ് അവർക്ക് ഫംഗ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ തന്നെ അവളെ ഒന്ന് ചെറിയൊരു മേക്കപ്പൊക്കെ ചെയ്ത് വിട്ടിട്ടുണ്ട്. അങ്ങനെ അവൾ പോയതിന് ശേഷം ഞാൻ വീട്ടിലുള്ള ബാക്കി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് ഓർത്തു. ലഞ്ചൊന്നും ചെയ്തിട്ടില്ല കേട്ടോ, ഇനി വേണം ചെയ്യാനായിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഓൾറെഡി നമ്മുടെ വീട് ഡീപ്പ് ക്ലീനിങ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോസൊക്കെ അതിൻ്റെതായിരുന്നു, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ എന്തായാലും ഫ്രണ്ടിലുള്ള ഗ്രില്ലും ബാൽക്കണിയും അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനിടയിൽ തന്നെ നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഈ സ്റ്റെപ്പൊക്കെ ഞാൻ നന്നായിട്ടൊന്ന് ഉരച്ച് കഴുകാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്തിരുന്നത്. നമ്മളിപ്പോൾ യാത്രയിലൊക്കെ ആയിരുന്നല്ലോ, യാത്രയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യണമെന്ന് കുറേ നാളായിട്ട് വിചാരിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്ത കാരണം കൊണ്ട് പായൽ ഇങ്ങനെ പറ്റിപ്പിടിച്ച് കിടപ്പുണ്ട്. അപ്പോൾ നന്നായിട്ട് ബ്രഷ് കൊണ്ട് ഉരച്ച് കഴുകണം. അങ്ങനെ ഞാൻ അതൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴത്തേനും ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ പിന്നെ കുറച്ച് നേരം വീട്ടിലേക്ക് കയറിയിരുന്നു കേട്ടോ. കാരണം ഇപ്പോൾ ഈ റീസെൻ്റായിട്ട് മഴ നനഞ്ഞിട്ട് എനിക്ക് ഇങ്ങനെ പനി വന്നിട്ട് വിട്ടുമാറാത്ത പനിയായിരുന്നു കേട്ടോ. ഈ നമ്മൾ കൊടൈക്കനാലൊക്കെ പോയിട്ട് വന്നതിന് ശേഷം അവിടെ നിന്ന് മഴ നനഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ് ഇപ്പോൾ മഴ പെയ്യുമ്പോഴത്തേക്കും മുറ്റത്തിറങ്ങാനും ഒക്കെ. മുന്നേ ഒന്നും ഈ പ്രശ്നമില്ലായിരുന്നു കേട്ടോ. നാട്ടിലൊക്കെ ആയിരുന്നപ്പോൾ പണ്ടൊന്നും പ്രശ്നമില്ലായിരുന്നു. ഇപ്പോഴാണ് ഇങ്ങനെ മഴയൊക്കെ നനയുമ്പോൾ പെട്ടെന്ന് അസുഖം വരുന്നത്. എനിക്ക് തോന്നുന്നത് നമ്മളങ്ങനെ പുറത്തൊന്നും അധികം പോകുന്നില്ലല്ലോ, അതുകൊണ്ടായിരിക്കണം. അപ്പോൾ എന്തായാലും ഡീപ്പ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞല്ലോ നമുക്ക്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഈ ഗ്രില്ലുകളും അതുപോലെ തന്നെ ജനലും അതുപോലെ നമ്മുടെ വാതിലുകളും ഒക്കെ ഒന്ന് തുടച്ചിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കോളിൻ യൂസ് ചെയ്തിട്ടാണ് എപ്പോഴും ക്ലീൻ ചെയ്യുന്നത്. അതാകുമ്പോഴത്തേക്കും കുറേ ദിവസത്തേക്ക് നമുക്ക് നന്നായിട്ട് ക്ലീനായിട്ട് ഇരിക്കുകയും ചെയ്യും. വലിയതായിട്ട് ഡസ്റ്റ് അടിക്കത്തുമില്ല കേട്ടോ. അപ്പോൾ ഡോറിൻ്റെ പുറം വശവും അകംവശവും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. നല്ല മഴ പെയ്യുന്നുണ്ട് പുറത്ത്. അപ്പോൾ എന്തായാലും എനിക്ക് കുറച്ച് മടിയും കൂടി ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഇനിയിപ്പോൾ നമ്മൾ മടി പിടിച്ചിരുന്നിട്ട് കാര്യമില്ല. ഓൾറെഡി നമ്മൾ വീട് ക്ലീൻ ചെയ്താണെങ്കിൽ പോലും പൊങ്കലൊക്കെ എന്ന് പറയുമ്പോൾ നല്ലൊരു വിശേഷ ദിവസം വരുമ്പോഴത്തേക്കും ലാസ്റ്റായിട്ട് നമുക്ക് വീട്ടിലൊരു ക്ലീനിങ് ചെയ്യാനായിട്ട് തോന്നത്തില്ലേ? എനിക്കങ്ങനെ തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ എത്രയൊക്കെ ക്ലീൻ ചെയ്ത് ഇട്ടെന്ന് പറഞ്ഞാലും പുറത്തുനിന്ന് നന്നായിട്ട് ഡസ്റ്റ് അടിക്കാറുണ്ട്. അപ്പോൾ ഇത് ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഇങ്ങനെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇടുവാണെങ്കിൽ വൃത്തിയായിട്ട് കിടന്നോളും. എനിക്ക് ഈ യാത്രയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഇല്ലേ, ഈ പഴയ റുട്ടീൻ അങ്ങോട്ട് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര മടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു ഈ പുതുവർഷം തുടങ്ങിയതിന് ശേഷം എന്തുകൊണ്ടാണ് ഇത്ര മടിയെന്ന്. അപ്പോൾ എനിക്ക് തോന്നിയത് എനിക്ക് മാത്രമാണ് ഈ ഒരു പ്രശ്നം ഉണ്ടായതെന്നാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ 1-2 ഫ്രണ്ട്സായിട്ട് ഈ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും അവരും പറഞ്ഞു സെയിം സിറ്റുവേഷനാണ് അവർക്കും എന്ന്. അപ്പോൾ എനിക്ക് തോന്നുന്നത് പൊതുവേ എല്ലാവർക്കും ന്യൂ ഇയർ തുടങ്ങി ആ ഒരു 1 വീക്ക് അല്ലെങ്കിൽ ഒരു 2 വീക്സ് ഒരു ചെറിയൊരു മടിയും ഒരു ഉന്മേഷം ഇല്ലായ്മയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നതാണോ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കൂ.
അപ്പോൾ എന്തായാലും ഇപ്പോൾ ബാക്ക് ടു റുട്ടീൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പം നമ്മൾ നോർമൽ റുട്ടീനിലേക്ക് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ അത്യാവശ്യം കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മളൊന്ന് പുറത്ത് പോകുന്നുണ്ട്. ഞാനും ഹസ്ബൻഡും കൂടിയാണ് പോകുന്നത്. ആമി രാവിലെ സ്കൂളിൽ പോയേക്കുവാണ്. ഉച്ചയ്ക്ക് അവൾ എത്തും. അതിന് മുന്നേ തന്നെ പോയിട്ട് നമുക്ക് പൊങ്കൽ വയ്ക്കാനുള്ള ഒരു കുട്ടി ഷോപ്പിംഗ് ആണ്. നമുക്ക് പൊങ്കൽ വയ്ക്കാനുള്ള ഒരു കലം മേടിക്കണം. അപ്പം ഞാൻ എല്ലാ പ്രാവശ്യവും മൺകലമാണ് മേടിക്കുന്നത്. ഇടയ്ക്ക് വെച്ച് ഒരു തവണ എപ്പോഴോ വെങ്കലത്തിലുള്ളൊരു കലം മേടിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അതാണെങ്കിൽ ഇവിടുത്തെ ഉപ്പുവെള്ളത്തിൽ കഴുകുമ്പോഴത്തേക്ക് നന്നായിട്ട് പുള്ളിക്കുത്ത് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും ഇത്തവണ സ്റ്റീൽ കലം തന്നെ എടുക്കാമെന്ന് ഓർത്തു. അതാകുമ്പോഴത്തേക്ക് നമുക്ക് പിന്നീടും യൂസ് ആവില്ലേ, നമുക്ക് ചോറൊക്കെ വയ്ക്കാനും കാര്യങ്ങൾക്കൊക്കെ എടുക്കാമല്ലോ. അങ്ങനെ ഞാൻ എന്തായാലും ഈ ഒരു കലമാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. എനിക്കിവിടെ വന്ന് കണ്ടപ്പോഴത്തേക്കും ഭയങ്കര കൺഫ്യൂഷനായിപ്പോയി, ഏതെടുക്കണം എന്തെടുക്കണമെന്ന്. പിന്നെ പതിവ് പോലെ തന്നെ നമ്മൾ എടുത്തില്ലെങ്കിലും ഇവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണുന്നത് എൻ്റെ ഒരു ഹോബിയാണ് കേട്ടോ. അപ്പം എന്നെപ്പോലെ നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കൂ. അപ്പോൾ എനിക്ക് ഈ ഷോപ്പിങ്ങിനൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധനങ്ങളൊന്നും എടുത്തില്ലെങ്കിലും എല്ലാം ഒന്ന് കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഹസ്ബൻഡാണെങ്കിലും ഒന്നും പറയത്തൊന്നുമില്ല കേട്ടോ, എൻ്റെ കൂടെ നിൽക്കും. അങ്ങനെ ഞാൻ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഇറങ്ങിയായിരുന്നു അവിടെ നിന്ന്. ഒരുപാട് നേരം നിന്നില്ല. അപ്പോൾ പൊങ്കലിൻ്റെ സെലിബ്രേഷനോടനുബന്ധിച്ച് ശരവണ സ്റ്റോറിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇത് വെച്ചേക്കുന്നതാണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. വരുന്ന വഴിയിലൊക്കെ മാർക്കറ്റൊക്കെ ഓപ്പൺ ആയേക്കുവാണ്. പിന്നെ എനിക്കാണെങ്കിൽ ഇവിടെ നിന്ന് കോലംപൊടി എടുക്കണമായിരുന്നു. അപ്പോൾ ഈ ചേച്ചിയുടെ കടയിൽ നിന്നാണ് ഞങ്ങളെപ്പോഴും ഈ മൺകലമൊക്കെ മേടിക്കാറുള്ളത്. മൺകലവും അതുപോലെ തന്നെ എൻ്റെ കിച്ചണിലിരിക്കുന്ന എല്ലാ ഭരണിയും ഞാൻ ഇവിടെ നിന്നാണ് എടുത്തേക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ നിന്ന് സാധനങ്ങൾ മേടിക്കാനായിട്ട്. നല്ല മോഡലുകളും വലിയ റേറ്റ് കുറവുമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഞാൻ കോലം പൊടിയൊക്കെ എടുത്തിട്ട് നമ്മൾ വീട്ടിലേക്ക് വന്നു. ഇനി വേണം ലഞ്ച് പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഇപ്പോൾ ഏകദേശം ഒരു 12 മണി ആയിട്ടുണ്ട്. ഇതുപോലെ ലേറ്റാവുന്ന ദിവസങ്ങളിൽ ഞാൻ ഈസി ആയിട്ട് സാമ്പാർ സാധമാണ് വെക്കാറുള്ളത്. അപ്പോൾ കുക്കറിൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് നമ്മുടെ ഡൊപ്പി അരി ഉണ്ടല്ലോ, ചോറ് വയ്ക്കുന്ന അരിയും പിന്നെ 1/2 ഗ്ലാസ് സാമ്പാർ പരിപ്പാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം കുക്കറിലേക്ക് വെച്ചിട്ട് ഒരു 4-5 വിസിൽ കേൾപ്പിക്കാം. ഞാനിപ്പോൾ ഒരു 3 വിസിലാണ് കേൾപ്പിച്ചത് കേട്ടോ. വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും അരിയുടെ മേലെ നിൽക്കുന്ന തരത്തിൽ ഒഴിച്ചാൽ മതി. പിന്നെ ഞാൻ ഇതിനിടയിൽ തന്നെ വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുത്തു. കത്തിരിക്ക, വാഴയ്ക്ക, ക്യാരറ്റ്, സവോള, ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ ബീൻസ് ഉണ്ട്. അങ്ങനെ നമ്മളുടെ അടുത്തുള്ള എല്ലാ വെജിറ്റബിൾസും ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ മത്തങ്ങയും കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ചെറിയ പീസസ് ആക്കിയിട്ട് എടുത്താൽ മതി. വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ വെജിറ്റബിൾസ് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു. അതിനുശേഷം നമ്മളിതിലേക്ക് സാമ്പാർ പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം നമ്മൾ സാമ്പാർ സാധം ആയ കാരണം കൊണ്ട് ഇതിലേക്ക് കുറച്ചധികം കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് മേടിച്ചിട്ടുള്ള സാമ്പാർ പൊടിയാണ് ചേർത്ത് വയ്ക്കുന്നത്. സാമ്പാർ പൊടിയുടെ അളവ് നമ്മൾ എടുക്കുന്ന വെജിറ്റബിൾസിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഏകദേശം ഒരു 2.25 ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1.5 ഗ്ലാസോളം വെള്ളം ചേർത്ത് കൊടുത്തു. കാരണം ഈ വെജിറ്റബിൾസ് നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരണം. ഇപ്പോൾ തന്നെ ഹാഫ് കുക്കാണ് ആയിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് വെന്ത് വന്നതിന് ശേഷം നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചേക്കുന്ന ഒരു അരിയും പരിപ്പും കൂടിയില്ലേ, ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഒരുപാട് അങ്ങോട്ട് അരി വേവിച്ചിട്ടില്ല കേട്ടോ. ഒരു 5 വിസിലൊക്കെ കേൾപ്പിക്കുകയാണെങ്കിൽ നന്നായിട്ട് വെന്ത് കിട്ടുമേ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3 വിസിലേ കേൾപ്പിച്ചിട്ടുള്ളൂ. നന്നായിട്ട് ഇതിലേക്ക് ഒന്ന് ഇട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പാണെങ്കിൽ കുറച്ചധികം മുന്നിട്ട് തന്നെ നിൽക്കട്ടെ. കാരണം എന്ന് വെച്ചാൽ ഈ അരിയും പച്ചക്കറികളും എല്ലാം കൂടി കിടക്കുന്നതല്ലേ, അപ്പോൾ അതുകൊണ്ട് കുറച്ചധികം തന്നെ ഉപ്പിരിക്കട്ടെ. അതുപോലെ തന്നെ ഇതിലേക്ക് പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ പുളിവെള്ളം നമ്മൾ നേരത്തെ ഒഴിച്ചു കൊടുക്കേണ്ടതാണ് കേട്ടോ. ഈ ഒരു വെജിറ്റബിൾസ് വേവിക്കാനായിട്ട് വെക്കത്തില്ല, അപ്പോഴേ ഒഴിച്ചു കൊടുക്കണം. ഞാൻ വിട്ടുപോയതാണ്. വേവിച്ച ചോറൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ പിന്നീട് ഇതൊന്ന് ഒഴിച്ചു കൊടുത്തതാണ്. വാളൻ പുളിയില്ല, അതൊന്ന് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പാകത്തിന് പുളിവെള്ളം ഒഴിച്ചു കൊടുത്ത് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ച് വേവിച്ചെടുക്കണം. നമുക്ക് കുറച്ച് കൊത്തമല്ലിയും കൂടി, അതായത് മല്ലിയില ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് നുറുക്കി ഇട്ട് കൊടുക്കാം. പിന്നെ അവസാനമായിട്ട് നിങ്ങൾ നോക്കണം കേട്ടോ, ഇതിനകത്ത് എരിവും പുളിയൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഒന്ന് കട്ടിയാക്കി എടുത്തതിന് ശേഷം അവസാനമായിട്ട് നെയ്യിൽ വറുത്തിട്ടുള്ള അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് എന്ന് പറയുന്നത്. ഇത് മറക്കാതെ ചെയ്യണം കേട്ടോ. അണ്ടിപ്പരിപ്പ് വറുത്ത് ചേർത്താലാണ് സാമ്പാർ സാദത്തിൻ്റെ ഒരു ട്രഡീഷണൽ ടേസ്റ്റ് വരത്തുള്ളൂ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഈസിയാണ്, പെട്ടെന്ന് റെഡിയാവും. ഇതിനോടൊപ്പം ഒരു അച്ചാറും പപ്പടവും പിന്നെ സലാഡ് വേണമെങ്കിൽ അതൊക്കെ വെച്ചിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്.
നല്ല ഫില്ലിങ്ങും ആണ്, ഹെൽത്തിയുമാണ്. ഇതിനിടയിൽ തന്നെ ആമി സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട്. ആമി വന്നപ്പോൾ അവൾക്കും ഞങ്ങൾ കൊടുത്തിട്ട് ഞങ്ങളും ഭക്ഷണം കഴിച്ചിട്ട് ഇനി അടുത്ത് നമ്മൾ മാർക്കറ്റിലേക്കാണ് കേട്ടോ പോകുന്നത്. കുറച്ച് പൂജാ സാധനങ്ങളും കാര്യങ്ങളൊക്കെ മേടിക്കണം. അപ്പോൾ പോകുന്ന വഴിയിൽ തന്നെ നീ നോക്കിയേ, ഇഷ്ടംപോലെ കരിമ്പ് കൊണ്ട് വെച്ചേക്കുവാണേ. പൊങ്കലിന് മെയിൻ ഒരു ഐറ്റം എന്ന് പറയുന്നത് കരിമ്പാണ്. കരിമ്പും മഞ്ഞളും മധുരക്കിഴങ്ങില്ലേ, ഇതൊക്കെയാണ് ഈ ഒരു സമയത്തെ വിളവെടുപ്പ് കാലം എന്ന് പറയുന്നത്. പൊങ്കൽ എന്ന് പറയുന്നത് തന്നെ ഒരു വിളവെടുപ്പ് ഉത്സവം കൂടിയാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കും ഹസ്ബൻഡിനും മോൾക്കും ഒക്കെ മാർക്കറ്റിലൊക്കെ വരാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് എനിക്കും ഹസ്ബൻഡിനും. വിശേഷ ദിവസമൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ ചെന്നൈയിലെ മാർക്കറ്റ് കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. അതും മാത്രമല്ല ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയും ഭയങ്കര ഒരു വൈബും ഒക്കെയാണ്. അപ്പോൾ ഞങ്ങൾ ഒരു ആഘോഷങ്ങളും മിസ് ചെയ്യാറില്ല കേട്ടോ. നിങ്ങൾക്ക് നമ്മുടെ ചാനൽ സ്ഥിരം കാണുന്നവർക്കാണെങ്കിൽ അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ എല്ലാ ആഘോഷങ്ങളും മാക്സിമം എന്നെക്കൊണ്ട് അറിയാവുന്ന രീതിയിലൊക്കെ ആഘോഷിക്കാറുണ്ട്. അപ്പോൾ എന്തെങ്കിലും കുറച്ച് വെജിറ്റബിൾസ് മേടിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ വലിയ രീതിയിലുള്ള സദ്യയും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് ചെറിയ രീതിയിൽ ഒരു സദ്യ ഉണ്ടാക്കാമെന്ന് കരുതുന്നുണ്ട്. അങ്ങനെ കുറച്ച് വെജിറ്റബിൾസാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ കടയിലേക്ക് വന്നിട്ട് നമ്മൾ സ്ഥിരം എടുക്കുന്ന കടയിൽ നിന്ന് തന്നെ വെജിറ്റബിൾസൊക്കെ മേടിച്ചു. പിന്നെ ഈ മഞ്ഞൾക്കൊത്തും അതുപോലെ തന്നെ വാഴയിലയും ഇതൊക്കെ നമുക്ക് വേണം കേട്ടോ. അപ്പോൾ നമ്മൾ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇന്നത്തെ ദിവസം നല്ല മഴയായിരുന്നേ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴ പെയ്യുന്നതുകൊണ്ട് കുറച്ചൊന്ന് ബുദ്ധിമുട്ടി. എന്നാലും കുഴപ്പമില്ല കേട്ടോ. നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ മഞ്ഞളിൻ്റെ ചെടിയില്ലേ, ഇത് നമുക്ക് പൊങ്കൽ വയ്ക്കുന്ന കലത്തിൽ ചുറ്റും കെട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ പൂവിൻ്റെ കാര്യമൊന്നും പറയാതിരിക്കുന്നതിന് ഭേദം. ഭയങ്കര റേറ്റായിരുന്നു. ഒരു മുഴം മല്ലിപ്പൂവിന് റേറ്റ് പറഞ്ഞത് എത്ര, 80 റുപ്പീസിന് മേലെ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ 100 രൂപയ്ക്ക് മേടിച്ചു. 1.5 മുഴം തന്നായിരുന്നു. അത് തന്നെ അവർ വിലയൊക്കെ പേശിയിട്ടാണ് തന്നത്. മല്ലിപ്പൂ എന്ന് പറയുന്നത് മുല്ലപ്പൂവിനെയാണ് മല്ലിപ്പൂ എന്നിവിടെ പറയുന്നത്. പിന്നെ ഞാൻ കുറച്ച് ജമന്തിയും കൂടി മേടിച്ചിട്ടുണ്ട് നമ്മുടെ പൂജാ റൂമിൽ ഫോട്ടോയിൽ വെക്കാനായിട്ട്. എന്നിട്ട് ഞങ്ങൾ നേരെ തിരികെ വീട്ടിലേക്കാണ് വന്നത്. അത് കഴിഞ്ഞിട്ട് നേരെ തന്നെ എനിക്ക് പിന്നെ ഇപ്പോൾ ഒട്ടും ടൈമില്ലല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വന്നിട്ട് ഈ വിളക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് ഓർത്തു. ഇനിയിപ്പോൾ ഒരുപാട് നേരത്തേക്ക് മാറ്റി വയ്ക്കുകയാണെങ്കിൽ പണിയൊന്നും നടക്കത്തില്ല. അപ്പോൾ എനിക്കാണെങ്കിൽ ഈ പൊങ്കലൊക്കെ വരുന്ന സമയത്ത് ഒരു വല്ലാത്തൊരു വൈബ്രേഷനാണ് കേട്ടോ. എനിക്ക് എല്ലാം പെട്ടെന്ന് ചെയ്യാനുള്ളൊരു ഉത്സാഹവും, എത്ര മടിയാണെങ്കിലും എത്ര വയ്യായികയാണെങ്കിലും എനിക്കൊരു പ്രത്യേക എനർജി ആ സമയത്ത് കിട്ടാറുണ്ട്. പൊങ്കലാണെങ്കിലും ദീപാവലി ആണെങ്കിലും എന്താണെങ്കിലും തന്നെ, ഓണത്തിനാണെങ്കിലും ഒക്കെ. പിന്നെ ഞാൻ ഈ ഇടയ്ക്ക് വെച്ചിട്ട് ലളിതാ സഹസ്രനാമത്തിൻ്റെ ഒരു ബുക്ക് ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് ഇന്നാണ് നമുക്ക് കിട്ടിയത്. ഓർഡർ ചെയ്തതാണ്, ഇന്നാണ് വന്നത്. അപ്പോൾ അത് ഞാൻ വായിച്ച് തുടങ്ങാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ തലേ ദിവസം ആമിക്ക് സ്കൂളിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഹസ്ബൻഡോട് ഞാൻ പറഞ്ഞു പൂ മേടിച്ചിട്ട് വരാനായിട്ട്. ഇതുപോലെ ആമിയുടെ സ്കൂളിൽ പ്രോഗ്രാമാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മേടിച്ചതാണ്. അപ്പോഴത്തേക്കും ഉണ്ട് ഇതുപോലെ വയലറ്റ് കളറിലുള്ള കനകാമ്പരല്ലേ, അതും കൂടിയാണ് കൊടുത്തത് അവർ. അങ്ങനെ ഞാനത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ ഇരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ഉള്ളവരാണെങ്കിൽ തലയിൽ ചൂടാറുണ്ട്. പക്ഷെ എനിക്ക് എന്തോ ഒരു മടിയാണ് കേട്ടോ ഈ ഒരു വയലറ്റ് കനകാമ്പരം. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ കൃഷ്ണനെ തന്നെ ചാർത്തി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് അടുത്ത വ്ളോഗിൽ കാണാം കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ എന്തായാലും വന്നിട്ട് അടുപ്പും കിച്ചണും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടുന്നുണ്ട്. അപ്പം നമുക്ക് കിച്ചണിൽ നമ്മൾ സ്റ്റൗവിലാണ് പൊങ്കൽ വയ്ക്കാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ആദ്യത്തെ 2 വർഷം മാത്രമാണ് ഞങ്ങൾ താഴെ ആയിരുന്ന സമയത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ബാക്കി എല്ലാ തവണയും ഞങ്ങൾ ഇതുപോലെ സ്റ്റൗവിൽ തന്നെ കേട്ടോ വയ്ക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടണം. ഞാൻ ഓൾറെഡി ക്ലീൻ ചെയ്തിട്ടിരുന്നു 2 ദിവസം മുന്നേ തന്നെ. എന്നാലും പൊങ്കൽ ആയതുകൊണ്ട് എന്തായാലും ഇങ്ങനെ വൃത്തിയില്ലാതെ ഇട്ടേക്കുന്നത് എങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ എന്തായാലും ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ 2 ദിവസമായിട്ട് വീട്ടിൽ നോൺ വെജ് ഒന്നും കുക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. നമ്മുടെ ഈ ഒരു പൊങ്കലും കാര്യങ്ങളൊക്കെ അല്ലേ, അതുകൊണ്ട് ഞാൻ നോൺ വെജ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ തലേ ദിവസം തന്നെ പാത്രങ്ങളൊക്കെ കഴുകി കിച്ചണൊക്കെ നന്നായിട്ടൊന്ന് നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് ഇട്ടേക്കണം കേട്ടോ. അതിപ്പോൾ നമ്മുടെ ഓണത്തിനാണെങ്കിലും വിഷുവിനാണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ പൊങ്കലായ കാരണം കൊണ്ട് നമ്മൾ വീട്ടിലല്ലേ കുക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് എന്തായാലും നല്ല നീറ്റായിട്ട് ഇട്ടേക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ അതൊരു വൃത്തിയില്ലായ്മയോടെ ചെയ്യുന്നത് അത്ര നല്ല ഐശ്വര്യമല്ലല്ലോ, അതുകൊണ്ടാണ്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിനിടയിൽ തന്നെ ഞങ്ങൾ ഡിന്നർ കഴിച്ചായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് എന്തായാലും വെജിറ്റബിൾസൊക്കെ എടുത്ത് വെക്കാമെന്ന് കരുതി. അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ആളിതാണ്. ആമി എപ്പോഴും എൻ്റെ കൂടെ നിൽക്കും.
ഇതുപോലെ വെജിറ്റബിൾസ് മേടിക്കുന്ന സമയത്ത് അവൾക്ക് ഇതൊക്കെ എടുത്ത് വെക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എന്നോടൊപ്പം തന്നെ ഇരിക്കുന്നുണ്ട്. ഞാനിന്ന് ക്ലീൻ ചെയ്യുന്നില്ല വെജിറ്റബിൾസ് ഒന്നും, വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അങ്ങനെ തന്നെ എടുത്ത് ഞാൻ ഫ്രിഡ്ജിൻ്റെ ബോക്സിലേക്ക് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ അങ്ങനെ ഇപ്പോൾ വെജിറ്റബിൾസ് ക്ലീൻ ചെയ്തിട്ടല്ല ഫ്രിഡ്ജിലേക്ക് വെക്കുന്നത്. അങ്ങനെ വെക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അഴുക്കാവുന്ന പോലെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നതിനനുസരിച്ചാണ് കഴുകി എടുക്കാറുള്ളൂ. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഡേയിലത്തേക്ക് പ്രസാദം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപ്പുവടയ്ക്കും ഉഴുന്നുവടയ്ക്കും വേണ്ടിയിട്ടുള്ള ഉഴുന്നും പരിപ്പും ഒക്കെ ഞാൻ വെള്ളത്തിലിടുന്നുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് കേട്ടോ വെള്ളം ഒഴിച്ച് വെക്കുന്നത്. അപ്പോൾ അതും കൂടി ഒരു സൈഡിലേക്ക് വെക്കുന്നുണ്ട്. ഞാൻ ചിലപ്പോഴൊക്കെ മറന്നു പോവും ഇതൊക്കെ ചെയ്ത് വെക്കാനായിട്ട്. അതുകൊണ്ട് ഞാനൊരു ചെറിയൊരു നോട്ട് പോലെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൻ്റെ സൈഡിൽ അത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ നോക്കിയിട്ട് കറക്റ്റായിട്ട് ചെയ്തതാണ്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ബിസി ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. കുറച്ച് പച്ചരി വെള്ളത്തിലിട്ടേക്കുന്നത് രാവിലത്തേക്കുള്ള കോലം മാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഡീറ്റെയിൽഡായിട്ട്. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വീട്ടിനുള്ളിൽ അല്ലെങ്കിൽ കിച്ചണിനുള്ളിൽ വേസ്റ്റ് ഒന്നും വെച്ചേക്കാനായിട്ട് പാടില്ല കേട്ടോ. എല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്ത് വേസ്റ്റ് ബിന്നൊക്കെ ഞാൻ എടുത്ത് കഴുകി വെച്ചിട്ടുണ്ട്. ഡെയിലി ഞാൻ അങ്ങനെ തന്നെയാണ് കിച്ചൺ ക്ലീൻ ചെയ്യുന്നത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് കിച്ചണിലെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഇനിയിപ്പോൾ കിച്ചണിലേക്ക് കയറേണ്ട കാര്യമില്ല. ഞങ്ങൾ ഡിന്നറും കാര്യങ്ങളൊക്കെ കഴിച്ചിരുന്നല്ലോ, അതുകൊണ്ട് ഇനിയിപ്പോൾ നേരെ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു സാരിയാണ് ഉടുക്കുന്നത് കേട്ടോ. ഇതുവരെയും ഞാനിത് ഉടുത്തിട്ടില്ല. എൻ്റെ അനിയൻ്റെ വൈഫ് മേടിച്ചു തന്നതാണ്, എൻ്റെ നാത്തൂൻ മേടിച്ചു തന്നതാണ്. ഇത് മേടിച്ചു തന്നിട്ട് കുറേ നാളായി കേട്ടോ, ഏകദേശം 1 വർഷത്തോളം ആവുന്നുണ്ട്. ഞാൻ ഇതുവരേക്കും ഉടുത്തില്ല. ദീപാവലിക്ക് ഉടുക്കാമെന്ന് വിചാരിച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ സമയത്ത് ഉടുത്തില്ലായിരുന്നു, ഞാൻ ചുരിദാറാണ് ഇട്ടത്. പിന്നെ എന്തായാലും ഇനിയിപ്പോൾ ഇന്ന് ഈ പൊങ്കലിന് ഉടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഒന്ന് പ്രീ പ്ലേറ്റ്സ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നേരെ വന്നിട്ട് കോലം വരയ്ക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട്. ഏകദേശം ഒരു 10:30 മണി ആയിട്ടുണ്ട്. കോലമൊക്കെ വരച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ലേറ്റായി. പിന്നെ ഇന്നത്തെ ദിവസം പൗർണമിയും കൂടെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് നല്ല രസമായിരുന്നു ചന്ദ്രനെ കാണാനൊക്കെ. അപ്പം ഞാൻ ഇങ്ങനെ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോഴത്തേക്കും കുറച്ച് നേരം വന്ന് നിന്ന് ഹസ്ബൻഡും അതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുന്നതാണ്. അങ്ങനെ ഞാൻ കോലമൊക്കെ വരയ്ക്കുന്നുണ്ട്. അപ്പോൾ കോലത്തിൻ്റെ ഫുൾ ഡിസൈന് ഒക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിലൊക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. പൊങ്കലിൻ്റെ തയ്യാറെടുപ്പുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നാളെ രാവിലെ നമ്മൾ പൊങ്കൽ ഇടുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത വ്ളോഗിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.